ഹായ്, തമിഴ്നാട് വെട്രി കഴകം വിജയിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല കറക്റ്റ്, എനിക്കറിയാം കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. എന്നാൽ ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് വർഷമായി തമിഴ്നാടുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. എനിക്കറിയാം എന്താണ് അവിടെ നടക്കണമെന്ന്. അവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്തായാലും എൻഡ് ഓഫ് ദ ഡേ ഞാൻ പോയി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തമിഴ്നാട് തന്നെയാണ്. അപ്പം വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നതാണ്. ഈ ജയലളിതയ്ക്ക് ശേഷം പിന്നെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കുള്ളത് വിജയ് തന്നെയാണ്. കമൽഹാസൻ വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കമൽഹാസൻ അത്രത്തോളം ഫാൻ ഫെയിം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് കമൽഹാസനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയത്. നില്ലായി നിൽക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ നോക്കും. ഇന്ന ഇതിലോ ഇന്ന മതത്തിലോ ഇന്ന ജാതിയൊക്കെ എതിർക്കുന്ന വ്യക്തികളെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ കമൽഹാസൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ സ്റ്റാലിൻ്റെ അക്സെപ്റ്റൻസും അതുകൊണ്ട് തന്നെയാണ്. അവരൊക്കെ ഈ യുക്തിവാദികളുടെ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ പ്രസന്റിലി ഉള്ളത് വിജയ് തന്നെയാണ്. വിജയ് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിജയ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഇവിടെ കരൂര് നടന്ന ഒരു സംഭവത്തിനോടനുബന്ധിച്ചിട്ട് അവിടെയൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കരമായിട്ട് മോശം അഭിപ്രായം ഉണ്ടാക്കിയിരുന്നു. കാരണം അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ കാണാൻ വന്നവരെല്ലാവരും കൂടെ ഈ തിക്കും തിരക്കിലും പെട്ടിട്ട് 41 പേരാണ് മരിച്ചത്. വിജയ് പോകുന്ന സമയത്ത് 39 പേരായിരുന്നു. 50ഓളം പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസിഡന്റ് തന്നെയാണ്. തനിക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി വന്ന കുറച്ച് മനുഷ്യർ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കേണ്ട ആള് പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടായി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ടാലന്റോട് കൂടി ഇദ്ദേഹത്തിനെ അടിച്ചൊതുക്കാൻ ചെയ്ത ഒരു ശ്രമമാണെന്നുള്ള കാര്യം ഒരു ഹിന്റ് സമൂഹത്തിന് ഇട്ടുകൊടുക്കുകയാണ് പുള്ളി. അത് മാത്രമല്ല, പുള്ളിയെ എതിർക്കുന്നവർക്ക് പുള്ളിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത തക്കവണ്ണം വെരി സ്ട്രോങ് ആയിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் பண்ணது கிடையாது. மனசு முழுக்க வலி வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னை மக்கள் பார்க்க வராங்க. அதுக்கு ஒரே ஒரு காரணம் தான், அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசமும். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம். அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்கறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். ஆனால் நடக்கக்கூடாது நடந்துருச்சு. அந்த மனுஷன் தானே அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அதை ஒரு காரணம் காட்டி அங்கே வேறு சில பதட்டமான சுச்சுவேஷன்ஸ், வேறு சில சம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நான் அவாய்ட் பண்ணேன். இந்த நேரத்தில் சொந்தங்களை இழந்து தவிக்கிற இத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இடங்களை தெரிவிச்சுக்கிறேன். எனக்கு தெரியும் என்ன சொன்னாலும் இது ஈடையாகாதுன்னு எனக்கு தெரியும். ஹாஸ்பிட்டலில் ட்ரீட் பண்ணிட்டு இருக்கிற எல்லாருமே சீக்கிரமாக க்யூர் ஆகி வரணுன்றது இந்த நேரத்தில் நான் வேண்டிக்கிறேன். கூடிய சீக்கிரமே உங்கள் எல்லாரையும் நான் சந்திக்கிறேன். இந்த நேரத்தில் எங்களுடைய வழிகளை, எங்களுடைய நிலைமையை புரிஞ்சுக்கிட்டு எங்களுக்காக பேசின அரசியல் கட்சிகளை சார்ந்த நண்பர்கள், தலைவர்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். கிட்டத்தட்ட ஒரு 5 மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம். இந்த மாதிரி எதுவுமே நடக்கலாம். ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது? எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்காங்க. கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு. சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும். எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டோம். அதை தாண்டி எந்த தவறும் எங்கள் செய்யலை, நாங்கள் எதுவும் செய்யலை. பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள், தோழர்கள் மேலே எஃப்ஐஆர், அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள், தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு இப்போ பிடிச்சிட்டு இருக்காங்க. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. நான் அவங்க வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருக்கேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னும் தைரியத்தோட
കണ്ടിന്യൂ ആക്കും. അത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ്. ഈ പറയുന്ന ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് പുള്ളി അവിടെ പിന്നെയും തുടർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിന് കാണാൻ വന്ന മനുഷ്യരാണ് തമ്മിൽ കിടന്ന് അങ്ങനെ ഒരു ഉന്തും തള്ളിലും പെട്ടുപോയത്. കൊച്ചുമക്കൾ വരെ വന്നിട്ടുണ്ടെങ്കിൽ നിസ്സാരമല്ല. 40 ഡിഗ്രി സെൽഷ്യസിന് മേളിലുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഹീറ്റ് എന്നാ പറയണേ. അതും വെളുപ്പിനെ തൊട്ട് ആളുകൾ അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി. ഇന്ന ദിവസം വരും, ഇത്ര മണിക്ക് വരുമെന്ന് പറഞ്ഞപ്പം അത്രയും സമയം വരെ വെയിറ്റ് ചെയ്തിരുന്ന മനുഷ്യർ ആഹാരത്തിനോ വെള്ളത്തിനോ ഒന്നും എഴുന്നേറ്റ് പോകുന്ന രീതി ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാടൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ കപ്പലണ്ടി കച്ചവടക്കാരും അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ വന്നങ്ങ് കൂടും, അതിൽ കൂടെ 10 പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിജയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒത്തിരി താമസിച്ചിട്ടാണ് വിജയ് വന്നിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയൊക്കെ ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്തിരുന്നു, എന്നിട്ടാണ് വന്നത്. അപ്പോൾ ആ ലേറ്റായിട്ട് വന്നതിലുള്ള കുറേ അധികം നഷ്ടം അവിടെയുള്ളവർക്ക് ഭക്ഷണമില്ലാതെ, അതിൻ്റെ ഇടയ്ക്ക് ഈ ഉന്തും തള്ളും ശ്വാസം കിട്ടാത്തൊരവസ്ഥയും കൂടെയൊക്കെ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. വിജയ് അവിടേക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് കൂടുതൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാനായിട്ടെങ്കിലും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ക്രൗഡ് ഒന്നും കൂടെ കൂടുക മാത്രമല്ല പുള്ളിയുടെ അടുത്തേക്ക് എത്താനാണ് ഇവരൊക്കെ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള നമ്പറിനേക്കാൾ ഇരട്ടിയല്ല 3 ഇരട്ടി മരണങ്ങൾ നമുക്കവിടെ കിട്ടുമായിരുന്നു. ഇത് പുള്ളിക്ക് പോലും അറിയാൻ മനസ്സിലാവുന്നില്ല എത്രയും പേര് അവിടെ മരിക്കുന്നുണ്ടെന്നുള്ളതും പുള്ളിക്ക് പോലും അവയർനെസ് ഇല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് അദ്ദേഹത്തിന് ഇത്രയും അടുത്തേക്കുന്ന അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത്രയും കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും? ആർക്കും മനസ്സിലാവത്തില്ല. എല്ലാവർക്കും വിജയനെ കാണണം എന്നുള്ള ഒരു ഒറ്റ ഇന്റൻഷനേ ഉണ്ടാവും. അത് കൂടുതൽ ഡെപ്തിൽ ഈ ഒരു അപകടം സംഭവിപ്പിച്ചേരാം. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് മാറി നിന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. രണ്ടാമത് അദ്ദേഹം എന്തുകൊണ്ട് ആശുപത്രി വിസിറ്റ് ചെയ്തില്ല, ഇവരെയൊക്കെ കാണാൻ വന്നില്ല? അദ്ദേഹം വരത്തില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാലും ഇതേ പ്രോബ്ലമാണ്. ആ ഒരു നാടിന്റെ പ്രത്യേകത അവിടുത്തെ ആൾക്കാർ അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. ആ സ്നേഹം അതിൻ്റെതായ ലെവലിൽ അദ്ദേഹം ഉൾക്കൊള്ളത് കൊണ്ടാണ് മാറി നിന്നത്. അതിന് തെറ്റ് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇതിലെന്താണെന്നറിയാമോ? അടി കിട്ടിയത് മുഴുവൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കലഞ്ഞർ ടീമിനാണ്. ഇവർ വിചാരിച്ച കണക്കൊരു എതിരാളിയേ അല്ല ഇദ്ദേഹം. ഒന്നാമത് ജനസമ്മതി എല്ലാം നല്ല പ്ലാനഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ നമുക്ക് അടി കിട്ടിയ പാമ്പെന്ന് കേട്ടിട്ടില്ലേ? അത് ഭയങ്കര മൂർച്ചയുള്ള ഒരു സംഗതിയായിട്ട് മാറുമെന്ന് പറയുന്നത് പോലെയാണ്. വിജയ് നേരിടാൻ തുടങ്ങിയ പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് മുൻപ് നേരിടുന്നു. അതായത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് തുടങ്ങി ഇങ്ങേയറ്റം പുള്ളിയെ ഇകഴ്ത്താൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ സർക്കാരിനെതിരെ ശക്തമായി നിന്നതുകൊണ്ടാണ്. സ്റ്റാലിനെതിരെ അല്ല, സെൻട്രലിനെതിരെയാണ് പുള്ളിയുടെ നോട്ടം മുഴുക്കെ. അപ്പൊ പുള്ളിയുടെ ചിന്ത മുഴുക്കം വൈഡാണ്. പുള്ളി മുഖ്യമന്ത്രിയല്ല, സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി ലെവലിലേക്കാണ് പുള്ളി എത്താൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇനി ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അയാളുടെ ഫാൻ അല്ല, പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നതാണ്. അത്രത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അദ്ദേഹം നിൽക്കുന്ന നില എന്താണെന്ന് അറിയാതെ, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശത്രുവാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പ്രതിപക്ഷം വളരെ ലൈറ്റായി കണ്ടു എന്നുള്ളതാണ്. ഇനി ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു കളി തന്നെ ആകട്ടെ, ഇങ്ങനെ ഒരു അപകടം ഇനി ഒരിടത്തേക്ക് ഈ പുള്ളി ഈ ഇതും കൊണ്ട് പ്രചരണം കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ തന്നെ ആകട്ടെ, അതും പണിയാ. കാരണം പുള്ളി അത് ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടാണ്. പുള്ളി പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾക്ക് ഉപദ്രവിക്കണമെങ്കിൽ എന്നെ ഉപദ്രവിക്കൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ. ഒരു കാരണവശാലും നടക്കാത്ത കേസാ. പുള്ളി അറസ്റ്റ് ചെയ്യൂല. അറസ്റ്റ് ചെയ്തതിന് എപ്പോഴെന്നറിയാമോ? ഈ ആശുപത്രി കിടക്കുന്നവരെ വിസിറ്റ് ചെയ്യാനായിട്ട് വിജയ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് ക്രൗഡ് കൂടുന്നു. ഇനി ക്രൗഡ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് അവിടുത്തെ ഇനി ഒരു ക്രൗഡ് ഉണ്ടായി ഇനി ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയും. കരുതൽ തടങ്കൽ, അതും പ്രശ്നം. പുള്ളിയെ തൊട്ടാൽ പ്രശ്നം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒരു കുറ്റം പോലും സ്റ്റാലിന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ CBIക്ക് അന്വേഷണം CBIക്ക് വിടണം എന്ന് പറയുന്നിടത്ത് വിജയ് ഈ ഒരു അവസരം നന്നായി മുതലാക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഇത് ആരുടെയും തെറ്റോ അല്ല, ആരും ചെയ്തതുമായിരിക്കത്തില്ല. മറ്റവർ പുള്ളിയെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒന്നും അല്ലായിരിക്കാം. ക്രൗഡ് തന്നെയാണ്, ഹീറ്റ് അതിനൊരു കാരണമാണ്. 2 അവിടുത്തെ ക്രൗഡ് ഒരു കാരണമാണ്. പുള്ളി വെള്ളം എറിഞ്ഞു കൊടുത്തില്ലേ, അതും ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബോട്ടിൽ ഇപ്പൊ ചിലരെ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ബിഗ് ബോസിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്താണ്, ഉടുപ്പിനകത്ത് സൈൻ ചെയ്ത് കൊടുത്താൽ അത് നിധി പോലെ വെക്കുന്ന ആൾക്കാരാണ്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന കുറേ പേരുണ്ട്. അവരാണല്ലോ ഫാൻ. അപ്പൊ അവർക്കൊക്കെ ഇത് വലിയ വാല്യൂ ആണ്. അങ്ങനെ ഒരു കാര്യം പുള്ളി ചെയ്തത് കൊണ്ട് കൂടുതൽ പ്രശ്നം വഷളാവുകയാണ് ചെയ്തത്. ഇതിനെതിരെ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനൊരു കാര്യത്തിന് ഞങ്ങളവിടെ വരുന്ന കാര്യത്തിന് എല്ലാത്തിനും പെർമിഷൻ എടുത്തിട്ടുണ്ട്. പുള്ളിക്ക് പേര് കേസെടുക്കാൻ പറ്റത്തില്ല. പുള്ളിയല്ല അതിന്റെ കാരണം. റെഗുലർലി ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമാണ്. മിക്കവാറും ഉന്തും തള്ളും ബഹളത്തിലും ഒത്തിരി പേര് മരിച്ചു. ക്രൗഡിനെ ഇങ്ങനെ കൂട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമാണ്. തമിഴ്നാട്ടുകാർക്ക് സ്ഥിര പരിപാടിയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമതൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ വിജിലന്റ് ആകാൻ അവർക്ക് അവയർനെസ് കൊടുക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാത്രമായിട്ട് തനിച്ചൊരു പോഷൻ, ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. അപ്പോൾ ആരുടെ കാര്യസ്ഥത കുറവാണ്?
അവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ കാര്യസ്ഥത കുറവാണ്. അതുകൊണ്ടും വിജയിനെ തൊടാനൊക്കത്തില്ല. എന്നാൽ വിജയ് തൊട്ടു തിരിച്ച്. വിജയിന്റെ വർത്തമാനത്തിൽ CMA എന്റെ കൂടെ നിൽക്കുന്നവർ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, ഇയാളെ ജമ്മത്ത് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവാണ് വിജയ് അത് പറയുന്നത്. അറസ്റ്റ് ഒന്നും നടക്കത്തില്ല. അപ്പൊ എന്താ, ഈ പറഞ്ഞ സംഗതിയും അയാൾ രാഷ്ട്രീയവൽക്കരിച്ച് അയാൾക്ക് ഫേവറായി എടുത്തു കഴിഞ്ഞു എന്ന അർത്ഥം. ദാറ്റ് മീൻസ് വാട്ട്, നല്ലൊരു പെർഫെക്റ്റ് രാഷ്ട്രീയക്കാരനായിട്ട് വിജയ് അങ്ങോട്ട് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകും. കേരളക്കാർക്ക് മനസ്സിലാകും, തമിഴ്നാട്ടുകാർക്ക് ഇത് പിടികിടത്തില്ല. അവർ വിചാരിക്കുന്നത് അയ്യോ പാവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉസിര കൊടുപ്പുറതുക്ക് തയ്യാറാ നിൽക്കിற നമ്മുടെ മന്നൻ അപ്പടിന്നെല്ലാം നിരപ്പാങ്ക. അപ്പടിയെല്ലാം കിടയാതെ. ഇത് പ്യുവർ പൊളിറ്റിക്സ് ആണ്. വിജയ് നല്ലൊരു പൊളിറ്റീഷ്യനായി മാറി കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വീഡിയോ. ഈ വീഡിയോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് അനിവാര്യമായ ഒന്നാണ്. കാരണം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് അവിടെ വന്നില്ല. അതുപോലെ ഓപ്പോസിറ്റ് ടീം വിജയ് ഇട്ട് കുത്തി പറിക്കുന്നുണ്ട്. അവൻ കണ്ടോ, അവന്റെ സെൽഫ് സെക്യൂരിറ്റി വിചാരിച്ച് അവൻ ഓടിക്കളഞ്ഞു, അവൻ വന്നിട്ടില്ല എന്ന്. അത് മാത്രമല്ല, ഒരു പറ്റം ആളുകൾ വിജയിന്റെ വീട്ടിന്റെ മുമ്പിൽ തമ്പടിച്ചേക്കാം, വണ്ടി കൊണ്ട് പുറത്തിറങ്ങിയാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എവിടെയിട്ട് പുള്ളി ഇറങ്ങിയാലും എവിടെ പോകുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു പറ്റ ആൾക്കാർ ഇവിടെ തന്നെ തമ്പടിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അടുത്ത ഇലക്ഷനിൽ, മാർച്ചിലൊക്കെ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ വിജയ് തന്നെയായിരിക്കും ജയിക്കുക. വിജയ് ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള തർക്കവും വേണ്ട. സൂപ്പറായിട്ട് അയാൾ തിരിച്ചു വരും. അയാൾ പറയുന്നുണ്ടോ, ഞാൻ തിരിച്ചു വരും, ഇനിയും വരും. ഇത്രയും പേര് മരിച്ചു എന്നുള്ളത് കൊണ്ട് പുള്ളി തീരുമാനമെടുത്തെങ്കിൽ, നല്ലൊരു ജെന്യൂൻ ആളാണെങ്കിൽ പുള്ളി തീരുമാനമെടുക്കും, ഞാൻ ഇനി ഇല്ല, എനിക്ക് ഇനി വയ്യ, ഇനി ആൾക്കാർ എനിക്ക് വേണ്ടി മരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ക്രൗഡിന് വരുന്നില്ല. ഇത് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. പുള്ളിയുടെ ആ സെക്ഷൻ കണ്ടോ, ഈ ഹൈറ്റിൽ ഒരു ബസ്സിനകത്ത് മുകളിൽ. അപ്പോൾ പുള്ളിക്ക് എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ലൈഫിന് സെക്യൂരിറ്റി ആണ് പുള്ളി കൺസേൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഓപ്പൺ ഇതിൽ നിൽക്കത്തില്ല. പുള്ളിയെ നിസ്സാരമായിട്ട് വെടിവെച്ച് വന്നാൽ പോരെ, നടക്കില്ല. ഒരു ചെറിയ ഒരു കല്ലേറെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നം. അതൊക്കെ പുള്ളി ഇങ്ങനെ കയ്യെന്നിട്ട് പറയാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, പ്യുവർ പൊളിറ്റീഷ്യനായി വിജയ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ലൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ മരണപ്പെട്ടവർക്കൊക്കെ കൃത്യമായി തുകകളും കൊടുത്തു. 20 ലക്ഷം രൂപയൊക്കെ അവർ ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരിക്കത്തില്ല. അവർക്ക് അത്രയും ഒരു എമൗണ്ട് കിട്ടുക. കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ വീടുകളൊക്കെ ഇയാൾ വിസിറ്റ് ചെയ്യും. നോക്കിയൊരു എന്താ പറയുക, ഒരു മിന്നൽ വിസിറ്റ് പോലെ പുള്ളി എല്ലാവരും വിസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് പുള്ളി മാപ്പ് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ നാടകവും കൂടെ പുള്ളി കളിക്കും. നല്ലൊരു അഭിനേതാവും കൂടെയാണ്. എനിക്ക് മനസ്സിലായത്, ഈ പൊളിറ്റിക്സ് മൊത്തം നോക്കി കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്, വിജയ് തീരുമാനിച്ചിറങ്ങിയിരിക്കണം, വിജയ് തന്നെയായിരിക്കും ജയിക്കുക. അതങ്ങനെ പാടുള്ളൂ. ഈ നമ്മൾ പല രീതിയിലുള്ള ഊഴലുകളുണ്ട്. ഊഴലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈബറി, കൈക്കൂലി. ഈ കൈക്കൂലി എന്ന് പറയുന്നത് അവിടെ ഭയങ്കരമാണ്. ഒരു കാര്യത്തിന് ഇറങ്ങാൻ ഒക്കത്തില്ല. ഒരു പോലീസ് അധികാരിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. എല്ലാത്തിലും ഈ രാഷ്ട്രീയക്കാരുടെ ഇടപാടുണ്ട്. ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന താഴേക്കിടയിലുള്ള ജനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് വേണ്ടി ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇല്ലാന്നും പറയാനൊക്കത്തില്ല. ജീവിക്കാൻ ഏറ്റവും സുഖം ക്ലൈമറ്റ് ഒഴിവാക്കിയാൽ തമിഴ്നാട് തന്നെയാണ്. കാരണം അത്ര ഫെസിലിറ്റീസ് ആണ് ഗവൺമെന്റ് സെക്ടർ അലോഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക്. റേഷൻ ആയിരുന്നാലും ശരി തന്നെ അലോഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് പറയാൻ പാടത്തില്ല. പക്ഷെ അവർക്ക് അറിയത്തില്ല, അവരുടെ തന്നെ നികുതി പടത്തുന്ന ഒരു തുക എടുത്താണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് ജയലളിതയുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന കണക്കാണ് ജയലളിത കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേ ഫോം തന്നെ പിടിച്ചിരിക്കുകയാണ് വിജയ്. ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഫ്രീ കൊടുക്കുന്നു. ബസ്സൊക്കെ ഫ്രീയാ. പിന്നെ രണ്ടാമത് എന്താ, അവർക്ക് മിക്സി, TV, ഇതിലൊക്കെ ജയലളിതയുടെ പടം ഒട്ടിച്ചിരിക്കും. ഒരു TV നമ്മുടെ വീട്ടിലേക്ക് ജയലളിത തന്നൊന്നും പറഞ്ഞ് വന്നാൽ നമ്മൾ മരണം വരെ അവർക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനുള്ള ഫണ്ട് എവിടുന്നാണ്? ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് വകമാറ്റിയാണ് അവർ കൊടുക്കുന്നത്. 1 കോടി രൂപ ഉണ്ടെങ്കിൽ അവരൊരു 80 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും, 20 രൂപ അവർ മുക്കും. അതുകൊണ്ടാണ് പയസ് ഗാർഡൻ തൊട്ട് ഇങ്ങേയറ്റം തമിഴ്നാട്ടിന്റെ ഒരു നല്ല പോർഷൻ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, വാങ്ങിച്ചെടുത്തതാണ്. അവസാന കാലഘട്ടത്തിൽ ഇതുപോലെ ചെക്കിങ്ങും ബാക്കിയുള്ളതൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് നിലതെറ്റിപ്പോയതും അതുകൊണ്ടാണ്. കൊന്നെന്നൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്, നിലതെറ്റിപ്പോകും. പക്ഷേ ഇദ്ദേഹം അത്രയൊക്കെ ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പണത്തിന് വേണ്ടിയിട്ടല്ല. പുള്ളിക്ക് മനസ്സിലായ ഒരു കാര്യം, പവർ വേണം, ജനങ്ങൾക്ക് നന്മയ്ക്കാണ് എന്ന് തന്നെയാണ് ഞാനും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നാൽ തമിഴ്നാടുകാർ രക്ഷപ്പെട്ടു. നല്ലൊരു ഒപ്പോസിഷനാണ് നിൽക്കുന്നത്. ഒന്നും അറിയാതെ ടപ്പേന്ന് കയറി പ്രധാനമന്ത്രി വരെ എത്താൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് വിജയ്. ഇത് കമന്റ് ഇടുന്ന കുറേ പേരുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ അസൂയം കൊണ്ട് നിങ്ങളൊരു മൂലയിൽ കുത്തിയിരിക്കുക. മനസ്സിലാക്കിയാൽ മനസ്സിലാക്കും. നിങ്ങൾ ആ രാഷ്ട്രീയം ശരിക്ക് ബോധത്തോടു കൂടി നോക്കുക. ഈ നടന്നൊരു സംഭവത്തിൽ വേറൊരാളാണെങ്കിൽ ഒലഞ്ഞ് നശിച്ച് നാരാങ്കല്ലായി പോകും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തമായി എതിർക്കും. ഇത് ഭയങ്കര കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കും. ഇത് സ്റ്റാലിന് പോലും ഒരക്ഷരം വിജയ്ക്കെതിരെ സംസാരിക്കാൻ പറ്റാത്ത തക്കവണ്ണം സ്ട്രെങ്തനിലാണ് മറ്റേ ആളുള്ളത്. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പെട്ടു എന്നുള്ളതാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകളെല്ലാം തന്നെ പെടലെന്ന് പറഞ്ഞാൽ ഒരു 1.5 പെടലാണ് പെട്ടിരിക്കുന്നത്. അനങ്ങാൻ പറ്റാത്ത കണക്ക് 4 സൈഡിൽ നിന്ന് അങ്ങ് പൂട്ടി. എല്ലാവരും വിചാരിക്കുന്ന വിജയെ പൂട്ടാമെന്നാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അല്ല.
വിജയാണ് ഇവരെ പൂട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഇവർ കൊടുത്തിട്ടില്ല. അത് തന്നെ ഒന്നാമത്തെ കുറ്റം. ഇനി 2, ഇത്രയും അധികം ആൾക്കാർ അവിടെ ക്രൗഡ് ആകുമ്പോൾ തന്നെ അത് ഒന്നി പിൻവലിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് മാനേജ് ചെയ്യുകയോ ചെയ്യണമായിരുന്നു. ഒരു ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാതെ, അത്രയും ആൾക്കാരെ അറേഞ്ച് ചെയ്യാതെ, ഇത് ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിട്ട് തന്നെ ഇത് അനലൈസ് ചെയ്യപ്പെടും. ഇത്രയും മനുഷ്യർ മരിച്ച ഉടനെ കുറേ പേര്, അതായത് ഇപ്പോൾ BJP നിന്നുള്ളവർ, കലൈஞരുടെ ആൾക്കാർ ഒക്കെ, സ്റ്റാലിൻ്റെ ആൾക്കാരൊക്കെ അവിടെ പോയി. ആര് പോയിട്ടും കാര്യമില്ല. വിജയ് പോയാൽ ഇതിന്റെ മറ്റൊരു എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും. പോകാതിരിക്കുന്നിടത്തോളം സേവ്. പുള്ളി പോവുക മാത്രമല്ല, ഇവരെ ഓരോരുത്തരെയും പോയി കാണും. ഇത്ര മനുഷ്യരെ കൊണ്ട് തന്നെ അയാൾ തമിഴ്നാട് കയ്യിലെടുക്കും എന്നുള്ളൊരു തർക്കമേ വേണ്ട. ഇതോടുകൂടി രാഷ്ട്രീയ ലൈഫ് നിർത്തും എന്ന് പ്രതീക്ഷിച്ചവർക്ക് അയാൾ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവശ്യമില്ലാത്ത ഈ മന്ത്രിസ്ഥാനത്തേക്ക് അങ്ങേരെത്തും. അങ്ങേര് തമിഴ്നാട്ടിൽ മന്ത്രിയായാൽ പിന്നെ അങ്ങേരെ ടാർഗറ്റ് സെൻട്രലായിരിക്കും. നോക്കിക്കൊള്ളുക. രാഹുൽ ഗാന്ധിക്ക് ഒരു പോട്ടിയായിട്ട് വിജയ് ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ ഇത്രയും ഓവറായിട്ട് പറയുമ്പോൾ നിങ്ങൾ തോന്നുന്നു ഇത് ഓവർ ഒന്നുമല്ല കേട്ടോ. നല്ല പ്ലാനിങ്ങിലാണ് അവനുള്ളതെന്ന് അയാളുടെ ആ വാക്കുകളിലുണ്ട്. അത്രത്തോളം പ്ലാനിലാണുള്ളത്. അയാൾ ആ കയ്യിൽ എടുത്തു കഴിഞ്ഞു തമിഴ്നാടിനെ എന്നുള്ളതാണ് വസ്തുത. ഇത്രയും പ്രശ്നം വന്നിട്ട് പൊതുസമൂഹം അയാൾക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അസാധ്യ പരിപാടിയാണ്. കാരണം അടിപെട്ട മൃഗമാണത്. അടിപെട്ട മൃഗം എന്ന് പറയുമ്പോൾ അനീതിക്കെതിരെ സംസാരിക്കുമ്പോൾ, അനീതിക്കെതിരെ ചെയ്ത സിനിമകൾക്ക് ഉൾപ്പെടെ പുള്ളിക്ക് ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഒപ്പോസിഷൻ വന്നിട്ടുണ്ട്. ആ ഒപ്പോസിഷൻ എല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് തന്നെ ഒരു ചവിട്ടുപടിയാക്കി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇതുപോലെ നമുക്കൊരു മുത്തുണ്ട്, പൃഥ്വി. നമ്മുടെ ഒപ്പം രാഷ്ട്രീയത്തിലേക്ക് പുള്ളി ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. കേരളത്തിലുള്ളവർ ചെയ്യുമോ, കൂടെ നിൽക്കുമോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു ചോദിച്ചാൽ പൃഥ്വി എന്ന് തന്നെ ഞാൻ പറയും. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണത്. ബാക്കി ബൈജു മിനീസിന്റെ ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറുപ്പക്കാർ പിള്ളേരുടെ വോട്ടൊക്കെ പൃഥ്വിന് തന്നെ പോകും എന്നുള്ളത് തർക്കമേ വേണ്ട. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കമ്മ്യൂണിറ്റി മൊത്തം പൃഥ്വിന് തന്നെ വോട്ട് ചെയ്യും. അത് അവരുടെ മതസമൂഹത്തിനെ പോലും മൈൻഡ് ചെയ്യാതെ പൃഥ്വിന് വോട്ട് ചെയ്യും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് സിനിമയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും പുള്ളിക്ക് കൂടുതൽ ജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെയും ഒരു ആഗ്രഹം വിജയ് തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാമല്ലോ. ഒൺസ് കയറി കഴിഞ്ഞാൽ ജയലളിതയെ പോലെ തന്നെ അള്ളു പിടിച്ചടക്കുക, കസേരന്ന് പിന്നെ ഇറങ്ങി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. മകനെ സിനിമയിലൊക്കെ ഇറങ്ങിയിട്ട് കാത്തിരിക്കുന്ന സ്റ്റാലിൻ ഊഞ്ഞാല എന്നേ പറയാനുള്ളൂ. സിനിമാക്കാർക്കാണ് അവിടെ പ്രിയോറിറ്റി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മോനെ കൊണ്ടഞ്ചാറ് സിനിമയൊക്കെ അഭിനയിച്ച് പ്രിപ്പയർ ചെയ്ത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. മോൻ സനാതന സംഭവത്തിനെതിരെയൊക്കെ സംസാരിച്ച് കുറച്ച് വൈറലൊക്കെ ആയതാണ്. പക്ഷേ എഫക്റ്റ് ചെയ്യത്തില്ല. എഫക്റ്റ് ചെയ്യുന്നത് ഈ പ്ലേ ആണ്. അതാണ് എങ്ങനെയാണോ അങ്ങനെ. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നുള്ളതാണ്. കൃത്യമായി കളി അറിയാവുന്ന ഒരുത്തനാണ് വന്നിട്ടുള്ളത് ഓപ്പോസിറ്റ്. ഇനി നമുക്ക് കളി കാണാം. തമിഴ്നാട് രാഷ്ട്രീയം ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.